നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും അപകട സാധ്യതയുമുള്ളതുമായ അർബുദങ്ങളിലൊന്നാണ് ഗർഭാശയമുഖ ക്യാൻസർ. ഗർഭാശയമുഖ അർബുദം അഥവാ സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചും ഈ രോഗത്തിലുള്ള വാക്സിനെ കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയം സംസാരിക്കുന്നതിനായി നമുക്കൊപ്പം ഉള്ളത് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലെ അസോസിയേറ്റ് പ്രൊഫസറും ഗൈനക് ഓങ്കോളജി ഡിവിഷൻ ഹെഡുമായ ഡോക്ടർ ആദർശ് ധർമ്മരാജനാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഈ രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചെങ്കിൽ വളരെ അപകടമുണ്ടാക്കുന്നതാണ്. ഈ ഗർഭാശയമുഖ അർബുദം എങ്ങനെ തടയാം, എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും? ഗർഭാശയ മുഖ ക്യാൻസർ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുന്ന ക്യാൻസർ രോഗങ്ങളിൽ ഒന്നാണ് ഗർഭാശയമുഖ ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ബ്രസ്റ്റിൻ്റെ ക്യാൻസർ പോലെ തന്നെ നമുക്ക് പല സ്ക്രീനിങ് ടെസ്റ്റുകളും ഈ പറയുന്ന സെർവിക്കൽ ക്യാൻസർ കണ്ടുപിടിക്കാനായി ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ എന്ന് പറയുന്നത് പാപ്സ്മിയർ ടെസ്റ്റ് ആണ് ഒരു ടെസ്റ്റ്. അതുപോലെ തന്നെ HPV വൈറസാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ HPV വൈറസിൻ്റെ ജനിതക മെറ്റീരിയൽ DNA കണ്ടെത്താനുള്ള ടെസ്റ്റ് ഉണ്ട്. അത് കൂടാതെ ഇന്ന് നമുക്കിതിനെ പ്രതിരോധിക്കാനായിട്ട് വാക്സിനും അവൈലബിൾ ആണ്. ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് ഈ രോഗത്തെ തടയാൻ കഴിയുന്നതാണ്. ഡോക്ടർ, ഗർഭാശയമുഖ ക്യാൻസർ തടയാൻ വാക്സിൻ നിലവിൽ ലഭ്യമാണോ? വാക്സിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. ഏത് പ്രായത്തിലാണ് എടുക്കേണ്ടത്, അതുപോലെ എടുക്കേണ്ട രീതി എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഗർഭാശയമുഖ ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്കിതൊരു വാക്സിൻ അവൈലബിൾ ആണ്. പ്രധാനമായും 4 തരത്തിലുള്ള വാക്സിനുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഒരു വാക്സിൻ സെർവാരിക്സ്, ഗാഡാസിൽ 9 എന്നിങ്ങനെയുള്ള വാക്സിനാണ് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ളത്. ഈ വാക്സിനുകൾ എടുക്കേണ്ട പ്രായം എന്ന് പറയുന്നത് 9 മുതൽ 11 വയസ്സിനുള്ളിലുള്ള സമയത്ത് നമുക്ക് ഈ വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എത്ര ഡോസാണ് ഇത് എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 വയസ്സിൽ താഴെയുള്ള ഒരാൾക്ക് 2 ഡോസുകൾ മതിയാവും. ഈ 2 ഡോസുകൾ, ഒരു ഡോസ് കഴിഞ്ഞ് 6 മാസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ഡോസ് എടുക്കണം. ഇനി 15 വയസ്സിന് ശേഷമാണെങ്കിൽ 3 ഡോസുകൾ നൽകേണ്ടതാണ്. ആദ്യ ഡോസിന് ശേഷം 1 മാസം കഴിഞ്ഞും 6 മാസം കഴിഞ്ഞും തുടർന്നുള്ള ഡോസുകൾ എടുക്കേണ്ടതാണ്. ഇനി എത്ര വയസ്സ് വരെ ഈ വാക്സിൻ എടുക്കാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ വാക്സിൻ നമുക്ക് 26 വയസ്സ് വരെ നൽകാം എന്നാണ് റെക്കമെൻഡേഷൻസ് പറയുന്നത്. ഇനി ചില സാഹചര്യങ്ങൾ 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിലും ഇത് കൊടുക്കാം. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഏജ് ഗ്രൂപ്പിൻ്റെ അത്രയും ബെനിഫിറ്റ് ഈ വാക്സിൻ മുഖേന കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വാക്സിനേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ വാക്സിനെ കുറിച്ച് പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ധാരാളം ആശങ്കകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും വളരെ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ലാത്തൊരു വാക്സിനാണ് എന്ന് പറയേണ്ടി വരും. പ്രധാനമായിട്ടും പറയുന്ന ആശങ്കകൾ എന്ന് പറയുന്നത് ഇതുമൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് സാധാരണക്കാരിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇല്ല എന്നാണ് ഉത്തരം. വളരെ മൈൽഡായിട്ടുള്ള പെയിൻ, ചെറിയ പനി തുടങ്ങി അങ്ങനെയുള്ള ചെറിയ സൈഡ് എഫക്ട്സ് മാത്രമാണ് സാധാരണ ഈ വാക്സിൻ എടുത്താൽ കണ്ടുവരാറുള്ളത്. മേജർ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇനി ഇതൊരു വൈറൽ വാക്സിൻ ആയതുകൊണ്ട് ഈ വാക്സിൻ മൂലം ക്യാൻസർ ഉണ്ടാകുമോ, ഇൻഫെക്ഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളതാണ് വേറെ ഒരു സംശയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. കാരണം ഈ വാക്സിൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പറയുന്ന വൈറസിൻ്റെ ജനിതക മെറ്റീരിയൽ, ജനിതക വസ്തുക്കളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ പുറംതോടിലുള്ള പ്രോട്ടീൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വൈറസ് യാതൊരു രീതിയിലും ഈ കുത്തിവയ്പ്പ് എടുക്കുന്ന ആൾക്കാർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയോ ക്യാൻസർ ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായിട്ടുള്ള സംശയങ്ങൾ. ഡോക്ടർ, ഈ വാക്സിൻ എത്രത്തോളം ഫലപ്രദമാണെന്ന് നമുക്ക് കണക്കാക്കാം? ഈ വാക്സിൻ വളരെ ഫലപ്രദമായ വാക്സിനാണ്. ഇതിൻ്റെ ഒരു എഫിക്കസി എന്ന് പറയുന്നത് 98% ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള മാറ്റങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഈ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ ഉയർന്ന നിലയിൽ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു വാക്സിനാണിത്.
വ്യക്തമാണ് ഡോക്ടർ. ഈ സെർവിക്കൽ ക്യാൻസർ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഈ വൈറസാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ വൈറസ് എങ്ങനെയാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ സെക്ഷൽ കോണ്ടാക്ട്, ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ വൈറസ് ബാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഹൈ റിസ്ക് സെക്ഷൽ ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ അൺഹെൽത്തി സെക്ഷൽ ബിഹേവിയേഴ്സ്, അതായത് ഈ പറയുന്ന മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ക്യാൻസറിന് കാരണമായേക്കാം. പിന്നെ വളരെ നേരത്തെയുള്ള വിവാഹം, 20 വയസ്സിന് താഴെ വിവാഹം കഴിക്കുന്നത്, ലേറ്റ് ആയിട്ട് മാരേജ് ചെയ്യുന്ന അങ്ങനെയുള്ളവർക്ക് ലേറ്റായി 25 ഇയേഴ്സിന് ശേഷം വിവാഹം കഴിക്കുന്നവരെക്കാൾ റിസ്ക് കൂടുതലാണ്. കാര്യം എയർലി ആയിട്ടുള്ള സെക്ഷൽ കോണ്ടാക്ട് വരുന്നതുകൊണ്ട് ഈ വൈറൽ ഇൻഫെക്ഷൻ നേരത്തെ ഉണ്ടാവുകയും ആ ഇൻഫെക്ഷൻ ഒരുപാട് കാലം നിലനിൽക്കുകയും അതിൻ്റെ ഫലമായി ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയപ്പെടുന്നു. ഇതെല്ലാം ഈ പറയുന്ന റിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു ഗ്രൂപ്പിനേക്കാളും മറ്റൊരു ഗ്രൂപ്പിന് സാധ്യത കൂടുതലാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ, നമുക്കറിയാം HIV രോഗികൾ, അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അങ്ങനെയുള്ള ആൾക്കാരിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ട്രാൻസ്പ്ലാന്റേഷന് വിധേയമായ ആൾക്കാർ, അങ്ങനെ പൊതുവെ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആൾക്കാരിൽ ഈ പറയുന്ന വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവാനും, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം HPV ഇൻഫെക്ഷൻ ആരിൽ വേണമെങ്കിലും ഉണ്ടാകാം. ആ HPV ഇൻഫെക്ഷൻ ഉണ്ടാകുന്നവർക്കെല്ലാം ക്യാൻസർ വരില്ല. ഈ HPV ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള HPV വൈറസുകൾ വളരെ കാലം നമ്മുടെ ഈ ജനിതക വ്യവസ്ഥയിൽ നിലനിൽക്കുകയും നമ്മുടെ DNA ജനിതക വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമ്പോഴാണ് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്. അതുകൊണ്ട് HPV വൈറൽ ഇൻഫെക്ഷൻ ഉള്ള എല്ലാവർക്കും ക്യാൻസർ ഉണ്ടാവണമെന്നില്ല. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടായാൽ ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷമാകാം അത് ക്യാൻസറായി മാറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടും. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന പോലെ സ്ക്രീനിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്താൽ വളരെ നേരത്തെ തന്നെ നമുക്ക് ഈ ക്യാൻസർ രോഗം അല്ലെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടെത്താൻ കഴിയും. ആ പ്രീ ഇൻവേസീവ് സ്റ്റേജ് എന്ന് പറയും, ക്യാൻസറിൻ്റെ മുന്നോടിയായിട്ടുള്ള മാറ്റങ്ങൾ. അതിനെ ചികിത്സിക്കാൻ വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. അത് ചികിത്സിക്കുന്നത് വഴി നമുക്ക് ക്യാൻസറിനെ തന്നെ തടയാൻ സാധിക്കും. വ്യക്തമാണ് ഡോക്ടർ. ഈ സെർവിക്കൽ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങളൊന്ന് വ്യക്തമാക്കാമോ? സെർവിക്കൽ ക്യാൻസർ പ്രധാനമായിട്ടും ഉള്ള ലക്ഷണങ്ങളെന്ന് പറയുന്നത് പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ്, അതായത് ബന്ധപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത് അമിതമായ രക്തസ്രാവം. 3 മാസക്കുള്ളിൽ നിന്നതിന് ശേഷം ആൾക്കാർക്ക് രക്തസ്രാവം ഉണ്ടാവുക. അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ ഇടവേളകളിൽ ബ്ലീഡിങ് ഉണ്ടാവുക. പിന്നെ രോഗം അധികരിച്ച ആൾക്കാർ, അതായത് അഡ്വാൻസ് സ്റ്റേജിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നടുവേദന, കാലിൽ നീര് വരിക. പിന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രോഗമുള്ളവർക്ക് യോനി ഭാഗത്തുകൂടി മൂത്രം, മലം എന്നിവ പോകുന്ന രീതിയിലുള്ള ഫിസ്റ്റുലകളും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ കാണാറുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഡോക്ടർ, സ്ത്രീകൾ ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഏത് പ്രായം മുതൽ നമ്മൾ ഈ ക്യാൻസറിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് പരിശോധന നടത്തേണ്ട ആവശ്യകത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും നമ്മൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് ഈ ക്യാൻസർ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയുന്ന ക്യാൻസറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ 30 വയസ്സ് മുതൽ ഒരു സ്ത്രീ സ്ക്രീനിങ് ആരംഭിക്കണം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്ന വളരെ ലളിതമായൊരു ടെസ്റ്റിലൂടെ ഈ പറയുന്ന ക്യാൻസറിൻ്റെ മുൻകൂട്ടിയുള്ള മാറ്റങ്ങൾ നമുക്ക് കണ്ടെത്താനാവും. പാപ്സ്മിയർ ടെസ്റ്റ് വളരെ സിമ്പിളാണ്. അത് OPയിൽ വെച്ച് തന്നെ നടത്താവുന്നൊരു ടെസ്റ്റാണ്. അപ്പോൾ പാപ്സ്മിയർ ടെസ്റ്റിനായി പോകുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്, ആർത്തവം കഴിഞ്ഞ് 10 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് മാത്രമേ ഈ ടെസ്റ്റ് ചെയ്യൂ. രണ്ടാമത്, ഇൻഫെക്ഷൻ ഉള്ള അവസ്ഥയിൽ നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യാറില്ല. ഈ പറയുന്ന ടെസ്റ്റിന് പോകുന്നതിന് ഒരു 48 മണിക്കൂറിന് മുൻപെങ്കിലും സെക്ഷൽ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ യോനി ഭാഗത്ത് വജേനയിൽ ഉപയോഗിക്കുന്ന ഡൗഷസ്, ലോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു 48 അവേഴ്സിനുള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല. ചില മെഡിക്കേഷൻസ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല.
ഇങ്ങനെ വേണം നമ്മൾ പാപ്പ് സ്മിയർ ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ട് പോകാനുള്ളത്. ഇത് കൂടാതെ HPV-DNA എന്നൊരു ടെസ്റ്റ് കൂടിയുണ്ട്. അതാണെങ്കിൽ പാപ്പ് സ്മിയർ ടെസ്റ്റ് ആണെങ്കിൽ 30 വയസ്സിൽ തുടങ്ങിയാൽ 3 വർഷത്തെ ഇടവേളകളിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 65 വയസ്സ് വരെ ആണ് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്, 3 വർഷത്തെ ഇടവേളകളിൽ. ഞാൻ ഈ പറഞ്ഞ HPV-DNA എന്ന് പറയുന്ന ടെസ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ 5 വർഷത്തെ ഇടവേളകളിൽ ചെയ്താൽ മതിയാകും. പിന്നെ നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ച എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ ഒരു ഗൈനക്കോങ്കോളജിസ്റ്റിനെയോ കണ്ടിട്ട് തീർച്ചയായിട്ടും അത് കൃത്യമായ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാവുകയും ചെയ്യണം. വ്യക്തമാണ് ഡോക്ടർ. ഈ ഗർഭാശയമുഖ ക്യാൻസറിന്റെ അപകട സാധ്യത എത്രത്തോളമാണ്? അതുപോലെ നിലനിൽക്കുന്ന സങ്കീർണതകൾ എന്തൊക്കെയാണ്? ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഏർലി സ്റ്റേജിൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു ക്യാൻസറാണ് ഗർഭാശയമുഖ ക്യാൻസർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ആദ്യഘട്ടത്തിൽ ചികിത്സിച്ചില്ല. നമ്മളിപ്പം 4 സ്റ്റേജുകളിലായിട്ടുണ്ട്. 4ാമത്തെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഒരു ക്യൂറേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും. പിന്നെ പ്രധാനമായിട്ടും പാലിയേറ്റീവ് ചികിത്സ, പാലിയേറ്റീവ് കീമോതെറാപ്പി, പാലിയേറ്റീവ് റേഡിയേഷൻ, അതുപോലെ തന്നെ ചിലപ്പോൾ സപ്പോർട്ടീവ് കെയർ ഇത് മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടും. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സങ്കീർണത. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അഡ്വാൻസ് സ്റ്റേജുകളിൽ രോഗിക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന പോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിസ്റ്റുലകളും മറ്റുമൊക്കെ രൂപപ്പെടാം, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ന് നമ്മുടെ നാട്ടിൽ ചികിത്സ വളരെയധികം ലഭ്യമായ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ ഇത്രയും നല്ല രീതിയിൽ ചികിത്സ ലഭ്യമായ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കൃത്യമായ സമയത്ത് തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% ഇത് മാറ്റാൻ കഴിയും. ഈ ഗർഭാശയമുഖ ക്യാൻസർ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് പടരുന്ന ഘട്ടം എപ്പോഴാണ്? ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാതിരിക്കുകയും 4ാമത്തെ സ്റ്റേജ്, അതായത് ലോക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം 4ാമത്തെ സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഇത് മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നതായിട്ട് കാണുന്നത്. ഡോക്ടർ, ഗർഭാശയമുഖ അർബുദം പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാനാകുമോ? അങ്ങനെയെങ്കിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഇത് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാം? ഹലോ, ഒന്ന് ക്വസ്റ്റ്യൻ ആവർത്തിക്കാമോ? തീർച്ചയായും ഡോക്ടർ. ഈ ഗർഭാശയമുഖ അർബുദം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ? അങ്ങനെയെങ്കിൽ ഏത് ഘട്ടത്തിലാണ് ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ഗർഭാശയമുഖ ക്യാൻസർ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ ആദ്യത്തെ 3 സ്റ്റേജുകളിലാണ് കണ്ടെത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും. 4ാമത്തെ സ്റ്റേജിലോട്ട് പോകുമ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് പാലിയേറ്റീവ് ആയിട്ട് മാറും. നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കുന്നതിനപ്പുറം പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗത്തിൻ്റെ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അളവിൽ തോതിനെ കുറയ്ക്കുക എന്നതിനപ്പുറം നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല. സെർവിക്കൽ ക്യാൻസറിനുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ മരുന്നുകൊണ്ട് ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് സെർവിക്കൽ ക്യാൻസറിൻ്റെ ചികിത്സാ മാർഗങ്ങൾ? പ്രധാനമായിട്ടും സർജറി, റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി എന്നിവയാണ് ഇതിൻ്റെ ചികിത്സാ മാർഗങ്ങൾ. ഇനി നമുക്ക് വളരെ ഏർലി സ്റ്റേജ്, തുടക്കം സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഗർഭാശയമുഖത്ത് ചെറിയ രീതിയിൽ മാത്രം വന്നിട്ടുള്ളൊരവസ്ഥയിൽ നമുക്ക് സർജറിയാണ് പ്രധാനപ്പെട്ട ചികിത്സാ രീതി. ഈ സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് റാഡിക്കൽ ഹിസ്റ്റക്ടമി എന്ന് പറയും. അതായത് സാധാരണ ഗർഭാശയം നീക്കം ചെയ്യുന്ന രീതിക്ക് പുറമേ അതിൻ്റെ അനുബന്ധമായ ഭാഗങ്ങൾ കൂടി നീക്കം ചെയ്യുന്നതാണ് റാഡിക്കൽ ഹിസ്റ്റക്ടമി എന്ന് പറയുന്നത്. അതുകൂടാതെ ചുറ്റും ഉള്ള കഴലകൾ, ഇടുപ്പിലെ കഴലകൾ കൂടി നീക്കം ചെയ്യുന്നതാണ് ഈ പറയുന്ന ചികിത്സ കൊണ്ട്, സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പറയുന്ന ഏർലി സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ പറയും ലോക്കലി അഡ്വാൻസ്ഡ് സ്റ്റേജ് എന്ന് പറയും. രോഗം അല്പം കൂടി അധികരിച്ച ആൾക്കാരിൽ നമ്മൾ കൊടുക്കുന്നത് സാധാരണ കീമോയും റേഡിയേഷൻ ചികിത്സയുമാണ് നമ്മൾ നൽകുന്നത്. ഇനി 4ാമത്തെ സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായി ചെയ്യുന്നത്
പാലിയേറ്റീവായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകളും സിംറ്റംസും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി പാലിയേറ്റീവായിട്ട് കീമോ റേഡിയേഷനൊക്കെ കൊടുക്കാറുണ്ട്. ചില ആൾക്കാർക്ക് ഈ പറയുന്ന അതിനും ആരോഗ്യശേഷി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ സപ്പോർട്ടീവ് കെയർ, അതായത് അവരുടെ പെയിൻ മാനേജ്മെൻറ്റ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ഇതാണ് സെർവൈക്കൽ ക്യാൻസറിൻ്റെ ചികിത്സാ രീതികൾ. ഡോക്ടർ, മലബാർ ക്യാൻസർ സെന്ററിൽ ലഭ്യമായ നൂതന ചികിത്സാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഈ പറഞ്ഞ സെർവൈക്കൽ ക്യാൻസർ സെൻറ്ററിന് വേണ്ട സർജറി ആണെങ്കിലും സർജറി സംബന്ധിച്ചാണെങ്കിലും റേഡിയേഷൻ തെറാപ്പിയെ സംബന്ധിച്ചാണെങ്കിലും കീമോതെറാപ്പി ആണെങ്കിലും എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും മലബാർ ക്യാൻസർ സെൻറ്ററിൽ ലഭ്യമാണ്. അത്യാധുനികമായ ലിനാക് പോലുള്ള അത്യാധുനികമായ റേഡിയേഷൻ മെഷീനുകൾ ഇന്ന് ഒന്നിലധികം റേഡിയേഷൻ മെഷീനുകളൊക്കെ തന്നെ മലബാർ ക്യാൻസർ സെൻറ്ററിൽ ലഭ്യമാണ്. അതുകൂടാതെ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് റോബോട്ടിക് സർജറി സംവിധാനം മലബാർ ക്യാൻസർ സെൻറ്ററിലുണ്ട്. അതുപോലെ ഡയഗ്നോസ്റ്റിക്, അതായത് രോഗം കണ്ടെത്താനുള്ള ആസ്പെക്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ഇമേജിംഗ് CT MRI ഒക്കെ കൂടാതെ ന്യൂക്ലിയർ മെഡിസിൻ സംവിധാനങ്ങൾ, അതായത് എല്ലാവർക്കും അറിയുന്നത് പോലെ പെറ്റ്, സ്പെക്ട് തുടങ്ങിയ സ്കാനിങ് സംവിധാനങ്ങളൊക്കെ തന്നെ മലബാർ ക്യാൻസർ സെൻറ്ററിൽ സുസജ്ജമാണ്. അപ്പം എല്ലാ രീതിയിലും എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും അവിടെ ലഭ്യമാണ്. ഡോക്ടർ, സെർവിക്കൽ ക്യാൻസർ ചെറുക്കുന്നതിനായി നിലവിൽ സർക്കാർ തലത്തിൽ നടന്നു വരുന്ന പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ ഒരുപാട് ഇനിഷ്യേറ്റീവുകൾ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി, അത് പ്രത്യേകിച്ചും സ്ത്രീകളിലെ ക്യാൻസർ രോഗങ്ങളെയാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത്. ആരോഗ്യം ആനന്ദത്തിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ ആരോഗ്യ മേഖലയുടെ കീഴിൽ സ്ക്രീനിങ്, അതായത് ഈ പറഞ്ഞ പാപ്സ്മിയർ, ആവശ്യമുള്ള ആൾക്കാരിലെ മാമോഗ്രാം, ഇതൊക്കെ എടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അത് പൊതുവെ നമുക്ക് പ്രത്യാശ തരുന്ന രീതിയിൽ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വെച്ചാൽ സമീപ ഭാവിയിൽ തന്നെ ഈ പറയുന്ന HPV വാക്സിൻ നമ്മുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൻ്റെ ഭാഗമായി മാറും എന്നാണ് പ്രതീക്ഷ. എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതുപോലെ തന്നെ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും, മിക്കവാറും ജില്ലാ ഹോസ്പിറ്റൽ തുടങ്ങിയ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഈ പാപ്സ്മിയറും മറ്റും എല്ലാം ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മിക്ക മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെ ക്യാൻസർ സെൻറ്ററുകളിലും കോൾപോസ്കോപ്പി, ഈ പാപ്സ്മിയറിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുടെ സെർവിക്സ് വളരെ വിശദമായി തന്നെ മനസ്സിലാക്കുന്നതിന് കോൾപോസ്കോപ്പി എന്നൊരു സംവിധാനമുണ്ട്. ആ കോൾപോസ്കോപ്പി സംവിധാനവും പല ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജുകളിലും എല്ലാം തന്നെ നിലവിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് പുതിയ ഒരു പുതിയൊരു നയമായിട്ടുള്ള ക്യാൻസർ ചികിത്സ മെഡിക്കൽ കോളേജുകൾ ഇന്ന് കേരളത്തിലെ മിക്ക പ്രധാന മെഡിക്കൽ കോളേജിലും ഓങ്കോളജി വിങ് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ക്യാൻസർ സെൻറ്ററുകൾ കൂടാതെ മെഡിക്കൽ കോളേജുകളിലും ക്യാൻസർ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതെല്ലാം തന്നെ ഈ പറയുന്ന സെർവിക്കൽ ക്യാൻസറിനെ തടയാനുള്ള മാർഗങ്ങളാണ്. വ്യക്തമാണ് ഡോക്ടർ. സംശയ നിവാരണത്തിനായി നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ഷെറിയാണ്. ഷെറി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ചെറിയ ദയവ് ചെയ്ത് ടിവിയുടെ വോളിയം അല്പം മ്യൂട്ട് ചെയ്ത് വെക്കാമോ? ഹലോ, എനിക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നതിന്റെ ഇടയ്ക്ക് മാസമുറ മര്യാദയ്ക്ക് ഉണ്ടാവുന്നില്ല. അപ്പൊ 2 പ്രാവശ്യമായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ട്. അത് എന്താണ് ഗർഭാശയ സംബന്ധം തന്നെ? എത്ര വയസ്സായി താങ്കൾക്ക്? എനിക്കിപ്പോ 45 വയസ്സ്. താങ്കൾ 45 വയസ്സ്. അപ്പോൾ ഈ കൃത്യമായി വരാതിരിക്കുക. ഇടയിൽ ഈ പറയുന്ന പോലെ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും പരിശോധന നടത്തേണ്ടതുമായിട്ടുള്ള ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സിംറ്റം വെച്ചിട്ട് മാത്രം നമുക്ക് ഒരു രോഗം നിർണയം സാധ്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് വിശദമായ ചികിത്സകൾ ചെയ്യണം. ഇത് എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, രോഗം വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ? വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്?
തീർച്ചയായിട്ടും ഈ പറയുന്ന രോഗം വരാനുള്ള സാധ്യത 100% ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. ചികിത്സ കഴിഞ്ഞാൽ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അവിടെയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ക്യാൻസർ രോഗം ചികിത്സിച്ച ആൾക്കാരിൽ, സെർവിക്കൽ ക്യാൻസർ അല്ല ഏത് ക്യാൻസർ രോഗം ചികിത്സിച്ച ആൾക്കാരിൽ ലോകം മൊത്തം അനുശാസിക്കുന്ന തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അവർ എത്ര പ്രാവശ്യം ഡോക്ടറെ വന്ന് കാണണം, ചികിത്സയ്ക്ക് ശേഷം എങ്ങനെ ഫോളോ അപ്പ് നടത്തണം എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ക്യാൻസർ ചികിത്സ നടത്തിയ ആൾക്കാരിൽ ആദ്യത്തെ 2 വർഷം എല്ലാ 3 മാസം കൂടുമ്പോഴും അവരെ നമ്മുടെ OPയിലേക്ക് വരുത്തിയിട്ട് വിശദമായ പരിശോധനകൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ 2 വർഷം കഴിഞ്ഞാൽ 2 വർഷം മുതൽ 5 വർഷം വരെയുള്ള കാലയളവിൽ 6 മാസം കൂടുമ്പോൾ അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതുപോലെ 5 മുതൽ 10 വർഷത്തിനുള്ളിൽ സാധാരണ എല്ലാ വർഷവും നമ്മൾ സാധാരണയായിട്ട് ഫോളോ അപ്പിന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചികിത്സിക്കും. ഇനി സംശയം ഉണ്ടാകുന്ന രീതി, ക്ലിനിക്കൽ എക്സാമിനേഷനിൽ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ രോഗി എന്തെങ്കിലും പ്രത്യേകമായിട്ട് കംപ്ലൈൻറ്റോ മറ്റ് കാര്യങ്ങളോ പറയുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പരിശോധനാ രീതികൾ, ആവശ്യമെങ്കിൽ സ്കാന് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ അത്രയും വളരെ കെയർഫുള്ളായിട്ട് നമ്മളിതിനെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിക്കറൻസ് വന്നാൽ പോലും, തിരിച്ചു വന്നാൽ പോലും നമുക്കതും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാനായി കഴിയും. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് മധുവാണ്. മധു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ പറഞ്ഞു ഇതിന്റെ കാരണം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണെന്ന്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പുരുഷന്മാരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ പറയുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പുരുഷന്മാരിൽ ഈ പറയുന്ന മലദ്വാരത്തിലെ ക്യാൻസർ, ഏനൽ ക്യാൻസേഴ്സ്, പീനൈൽ ക്യാൻസേഴ്സ് എല്ലാം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓറൽ ക്യാവിറ്റിയിലും ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, HPV വാക്സിനേഷനെ പറ്റി ഞാൻ സൂചിപ്പിച്ചല്ലോ. സ്ത്രീകളിലേതുപോലെ തന്നെ പുരുഷന്മാരിലും 25 വയസ്സിനുള്ളിൽ HPV വാക്സിനേഷൻ എടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി പുരുഷന്മാർക്കും ഉണ്ട്. പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഈ സെർവിക്കൽ ക്യാൻസറിനുള്ള ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെർവിക്കൽ ക്യാൻസറിന് ശേഷം അല്പം സങ്കീർണമായ ശസ്ത്രക്രിയ തന്നെയാണ് സെർവിക്കൽ ക്യാൻസർ. ഞാൻ നേരത്തെ അതിനെപ്പറ്റി സൂചിപ്പിച്ചു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാലും നമ്മളൊരു 3 ആഴ്ചയോളം സാധാരണ മൂത്രത്തിലെ ട്യൂബ് അവിടെ റിട്ടൈൻ ചെയ്യും സാധാരണ. അതിനുശേഷം മാത്രമേ നമ്മൾ നീക്കം ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ഒരു 6 ആഴ്ച അല്ലെങ്കിൽ ഒരു 8 ആഴ്ച എങ്കിലും അവർ കൃത്യമായി റെസ്റ്റ് എടുത്തിരിക്കണം. പിന്നെ വെർട്ടിക്കലായിട്ടുള്ള ഇൻസിഷൻ ആണ് ഇട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള രോഗികൾ ഫ്യൂച്ചറിലും ഇതുപോലെ ഒരുപാട് ഭാരമുള്ള കാര്യങ്ങളൊക്കെ പൊക്കിയെടുക്കാനും അങ്ങനെയൊന്നും പാടില്ല. ഹെർണിയേഷനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകൾ അവർ ഫോളോ അപ്പിനായിട്ട് എത്തണം. എന്തെങ്കിലും സിംറ്റം, അതായത് ബ്ലീഡിങ് അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിക്കഴിഞ്ഞാൽ, വയറുവേദന, ബ്ലീഡിങ്, അങ്ങനെ എന്തെങ്കിലും ഡിസ്ചാർജ് പോവുക, ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിക്കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ ഡോക്ടറുമായി ബന്ധപ്പെടണം, പരിശോധനയ്ക്ക് വിധേയമാകണം. പിന്നെ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ, എല്ലാ തരത്തിലുള്ള ബ്ലീഡിങ്ങുകളും ഇത്തരത്തിൽ ക്യാൻസറിന് കാരണമാവുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ല. നമ്മൾ സാധാരണ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ബ്ലീഡിങ് ഒരു 10 അല്ലെങ്കിൽ 15% മാത്രമേ ഈ പറയുന്ന രീതിയിൽ ക്യാൻസറിന് കാരണമാകുന്നുള്ളൂ. സാധാരണ ഏറ്റവും കൂടുതലായിട്ട് ചെറുപ്പക്കാരിൽ കാണുന്ന, അതായത് പ്രീ മെനോപ്പസൽ എന്ന് പറയും, മാസക്കുള്ളി നിൽക്കുന്നതിന് മുമ്പുള്ള ആൾക്കാരിൽ കാണുന്ന ബ്ലീഡിങ് പലപ്പോഴും ഹോർമോണിൻ്റെ ഇംബാലൻസ് മൂലം, ഫൈബ്രോയിഡ്, അങ്ങനെ ക്യാൻസർ അല്ലാത്ത ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ബ്ലീഡിങ് വരാം. അപ്പോൾ എല്ലാ ബ്ലീഡിങ്ങും ക്യാൻസറായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. പിന്നെ സെർവിക്കൽ ക്യാൻസർ കൂടാതെ ഈ പറഞ്ഞ ഗർഭാശയ ക്യാൻസറിനും ബ്ലീഡിങ് കാണാറുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും എല്ലാ ബ്ലീഡിങ്ങും ക്യാൻസറുമായി ബന്ധപ്പെട്ടതല്ല. വ്യക്തമാണ് ഡോക്ടർ. സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചും ഈ രോഗത്തിനുള്ള വാക്സിനെ കുറിച്ചുമാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേർന്നത് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിലെ അസോസിയേറ്റ് പ്രൊഫസറും ഗൈനക് ഓങ്കോളജി ഡിവിഷൻ ഹെഡുമായ ഡോക്ടർ ആദർശ് ധർമ്മരാജനാണ്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടർ, ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.